നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. കാസർഗോഡ് നഗരത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായത് വൻ അപകടം. ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 10 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാസർഗോഡ് ടാറ്റ സുമോയിൽ 52 കിലോ കഞ്ചാവ് ജീപ്പിൽ കടത്തിയ കേസ്. പ്രതി KA നവാസിന് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പരീക്ഷാ നടത്തിപ്പിൽ കണ്ണൂർ സർവകലാശാല നിരന്തരം അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് MSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS വാർഷിക സമ്മേളനം കാസർഗോഡ് നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് K ഉപേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള യാദവ സഭ AKYS നെക്രാജെ പ്രാദേശിക കമ്മിറ്റി നേതൃത്വത്തിൽ യാദവ സംഗമം സംഘടിപ്പിച്ചു. ആശമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വെടിയേറ്റ് പരിക്കേറ്റ സവാദ് നിലവിൽ മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റത് നാടിനെ ഞെട്ടിച്ചു. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. ഞായറാഴ്ച രാത്രി 10:30 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. രാത്രിയിൽ ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന സവാദ് കുറ്റിക്കാട്ടിൽ നിന്നും വെളിച്ചം കാണുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട യുവാവ് റോഡരികിൽ ബൈക്ക് നിർത്തി വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് നടന്നു. ഇതിനിടെ കുറ്റിക്കാട്ടിൽ നിന്നും വെടിയേൽക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ കുറ്റിക്കാട്ടിൽ നിന്നും സവാദ് റോഡിലേക്ക് തിരികെ എത്തുകയും നാട്ടുകാരെ വിവരമറിയിക്കുകയുമായിരുന്നു. തുടയിലാണ് സവാദിന് വെടിയേറ്റത്. നാട്ടുകാർ ഉടൻ തന്നെ സവാദിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സവാദിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പ്രാഥമിക പരിശോധനയിൽ ഉപകരണ സഹായത്തോടെ വെടിപൊട്ടുന്ന തരത്തിൽ സ്ഥാപിച്ച കെണി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കാട്ടുപന്നിയെ പിടികൂടുവാൻ സ്ഥാപിച്ചതാണെന്നാണ് കരുതുന്നത്. ആരെങ്കിലും വെടിയുതിർത്തതാകാമെന്നും പ്രതികൾ അതിർത്തി കടന്നെന്നുമുള്ള വാർത്തകളാണ് ആദ്യം പ്രചരിച്ചത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കെണിയിൽ നിന്നാകാം വെടിയേറ്റതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. കർണാടക അതിർത്തി പ്രദേശമായ ഓർക്കാടി പഞ്ചായത്തിൽ കുറെ കാലങ്ങളായി കാട്ടുമൃഗങ്ങളുടെയും കാട്ടുപന്നികളുടെയും ശല്യമാണ്. കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഈ കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ഒരു നാടൻ തോട്ട, ആ തോട്ടയെ ഈ യുവാവ് പോയി സ്പർശിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ് അപകടമുണ്ടായത്. അപ്പോൾ മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള ഒരു നാടൻ തന്ത്രമാണ് ഈ യുവാവിന് ഇപ്പോൾ അപകടമായി മാറിയത്. സവാദിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നഗരത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായത് വൻ അപകടം. ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നത് അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ്. ആളപായം ഉണ്ടാകാതിരുന്നത് ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ടൗൺ പോലീസ് സ്റ്റേഷന് സമീപം ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 10 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാസർഗോഡിനെ നടുക്കി ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടെയാണ് ടൗൺ പോലീസ് സ്റ്റേഷന് സമീപം ബസ്സുകൾ കൂട്ടിയിടിച്ച് വൻ അപകടമുണ്ടായത്. കാസർഗോഡ് ടൗണിൽ നിന്നും മധൂരിലേക്ക് പോകുകയായിരുന്ന സുപ്രീം എന്ന സ്വകാര്യ ബസ്സും ആലമ്പാടിയിൽ നിന്ന് നെല്ലിക്കുന്നിലേക്ക് വിവാഹ പാർട്ടിയുമായി പോകുകയായിരുന്ന ഹാപ്പി എന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവറായ കേളുക്കുന്നിലെ കമലാക്ഷ, ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ ഷെരീഫ്, യാത്രക്കാരായ ആലമ്പാടി സ്വദേശികളായ അബ്ദുല്ലഹിമാൻ, മുസ്തഫ, മന്നിപ്പാടിയിലെ സ്വപ്ന, പട്ലയിലെ അബ്ബാസ്, മീപ്പുകുരിയിലെ സുരേഷ്, ഉളിയത്തടുക്കയിലെ സരസ്വതി എന്നിവർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ്. അപകടം നടന്നയുടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്നവരും വഴിയാത്രക്കാരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അഗ്നിരക്ഷാസേന എത്തിയാണ് ഡ്രൈവർ കമലാക്ഷയെ പുറത്തെടുത്തത്. വിവരമറിഞ്ഞയുടൻ കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്.
സമീപകാലത്ത് കാസർഗോഡ് നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ വാഹനാപകടമാണ് ഇന്നലെയുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇത് അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ്. ആളപായമുണ്ടാകാതിരുന്നത് ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. പിന്നീട് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെ ബസ്സുകൾ റോഡിൽ നിന്നും നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ടാറ്റ സുമോയിൽ 52 കിലോ കഞ്ചാവ് ജീപ്പിൽ കടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കെ നവാസിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജ് പ്രിയ കെ ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി തടവ് അനുഭവിക്കണം. 2013 മെയ് 13 രാത്രി 8 മണിയോടെ ചെങ്കള ബേവിഞ്ചയിൽ നിന്നാണ് KL6 B6575 നമ്പർ ടാറ്റ സുമോ വാഹനത്തിൽ രഹസ്യ അറ ഉണ്ടാക്കി കഞ്ചാവ് കടത്തുന്നതിനിടെ നവാസ് പിടിയിലായത്. അന്നത്തെ കാസർഗോഡ് ഇൻസ്പെക്ടറും നിലവിൽ കാസർഗോഡ് സബ് ഡിവിഷൻ DYSPയുമായ CK സുനിൽകുമാറും സംഘവുമാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത്. കുമ്പള ഇൻസ്പെക്ടർമാരായ TP രഞ്ജിത്ത്, സിബി തോമസ്, നാർക്കോട്ടിക് സെൽ DYSPമാരായ KA സുരേഷ് ബാബു, TP പ്രേമരാജൻ, P ജ്യോതികുമാർ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടത്തിയത്. വിദ്യാനഗർ ഇൻസ്പെക്ടറും ഇപ്പോൾ ബേക്കൽ സബ് ഡിവിഷൻ DYSPയുമായ VV മനോജാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ G ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി. ഈ കേസിൽ 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ശിക്ഷിക്കപ്പെട്ട നവാസ് സമാനമായ മറ്റൊരു കേസിലും വിചാരണ നേരിടുന്നയാളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരീക്ഷാ നടത്തിപ്പിൽ കണ്ണൂർ സർവകലാശാല നിരന്തരം അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് MSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ TK ഹസീബ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ നടത്തിപ്പിൽ കണ്ണൂർ സർവകലാശാല നിരന്തരം അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് MSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ TK ഹസീബ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിന്ന് 2ാം സെമസ്റ്റർ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു സർവകലാശാലയുടെ അനാസ്ഥ തുറന്നു കാണിക്കുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ ചേരൂർ അധ്യക്ഷത വഹിച്ചു. സലാം വെളിഞ്ചം, അൻസാഫ് കുന്നിൽ, കസ്വാൻ, സാഹിദ്, സലിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലാ ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS വാർഷിക സമ്മേളനം കാസർഗോഡ് നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് K ഉപേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ടിക്കറ്റ് വില വർധന പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS വാർഷിക സമ്മേളനം കാസർഗോഡ് BMS ജില്ലാ പ്രസിഡന്റ് K ഉപേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ BMS ജില്ലാ സെക്രട്ടറി KV ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ദിനേശ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ സമാരോഹ പ്രഭാഷണം നടത്തി. BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KV ബാബു, സെക്രട്ടറിയായി ബാബുമോൻ ചെങ്കള, ട്രഷററായി രവീന്ദ്രൻ ശിവാജി നഗർ എന്നിവരെ തിരഞ്ഞെടുത്തു. ലോട്ടറി ടിക്കറ്റ് വില വർധന പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ബാബുമോൻ ചെങ്കള സ്വാഗതവും രവീന്ദ്രൻ ശിവാജി നഗർ കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. ദേശീയഗാനത്തോടുകൂടി പരിപാടിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഖില കേരള യാദവ സഭ AKYS നെക്രാജി പ്രാദേശിക കമ്മിറ്റി നേതൃത്വത്തിൽ യാദവ സംഗമം സംഘടിപ്പിച്ചു. AKYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദയകുമാർ B പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള യാദവ സഭ AKYS നെക്രാജി പ്രാദേശിക കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാദവ സംഗമത്തിന് പ്രാദേശിക കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നടന്ന ധ്വജാരോഹണത്തോടെ തുടക്കമായി.
തുടർന്ന് നെക്രാജി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ AKYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദയകുമാർ B സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഈ ഒരു യൂണിഫോം ധരിച്ചിട്ട് ആദ്യമായി കാണുന്ന ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കമ്മിറ്റി തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ വിശേഷത എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പം ആ കളറിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പം തന്നെ ദൈവമായി, ഭഗവാന്റെ ഡ്രസ്സാണത്. ഭഗവാന്റെ നീല കളറ് ഭഗവാനെ സൂചിപ്പിക്കുകയാണ്, മഞ്ഞ കളറ് മനുഷ്യത്വത്തിന് സൂചിപ്പിക്കുകയാണ്. നടുക്ക് നിൽക്കുന്നത് ധർമ്മചക്രമാണ്. എവിടെയാണ് അന്യായം സംഭവിക്കുക, ആ അന്യായത്തിന് എതിരായിട്ട് ആ ചക്രം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ നന്നായിട്ട് അതിന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സമുദായത്തില് ഇല്ലെങ്കിൽ ഈ നമ്മുടെ രാഷ്ട്രത്തിൽ എപ്പോഴാണ് അന്യായങ്ങൾ സംഭവിക്കുക അന്ന് അതിനെ ഏറ്റുപിടിക്കേണ്ട അധികൃതമായിട്ട് പറയാനോ അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ നിൽക്കാനോ ഉള്ളൊരു സമുദായമാണ് യാദവ സമുദായം. ഇത് മറക്കരുത്. AKYS നെക്രാജി പ്രാദേശിക കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ CH അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് സത്യനാരായണ ബെളേരിയെ ആദരിച്ചു. AKYS മഹിളാ സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജേശ്വരി P, ജില്ലാ പ്രസിഡന്റ് രാജൻ മാണിയൂർ, നാരായണ മണിയാണി നീർച്ചാൽ, നന്ദകുമാർ KV, ശാരദ ടീച്ചർ, കൃഷ്ണൻ NA എന്നിവർ സംസാരിച്ചു. AKYS നെക്രാജി പ്രാദേശിക കമ്മിറ്റി സെക്രട്ടറി കുശലൻ നെക്രാജി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി നിത്യാനന്ദൻ നെല്ലിത്തലം നന്ദിയും പറഞ്ഞു. സംഗമത്തിന്റെ ഭാഗമായി വഴിതെറ്റുന്ന യുവതയുടെ ചിന്തകൾ എന്ന വിഷയത്തിൽ SI PK രാമകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികളും വടംവലി മത്സരവും സമാപന സമ്മേളനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖത്തർ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷന്റെയും വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബോവിക്കാനം ശ്രീപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മാമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. നാടിനെയാകെ കാർന്നു തിന്നുകയും വലിയൊരു സാമൂഹ്യ വിപത്തായി മാറുകയും ചെയ്ത മയക്കുമരുന്നിനെതിരെ ഖത്തർ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷന്റെയും വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബോവിക്കാനം ശ്രീപുരി ഓഡിറ്റോറിയത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഏത് ദുരിതമുണ്ടായാലും ഏത് ദുരന്തമുണ്ടായാലും ഈ പ്രവാസി മലയാളികൾ ഇടപെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു ദുരന്തമുഖത്താണ്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന, നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ മയക്കുമരുന്ന് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖത്തർ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് P ഹരികുമാർ കാനത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് P ബാലകൃഷ്ണൻ നായർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധി ജോയ് പോൾ, എക്സൈസ് ഓഫീസർ ജോസഫ്, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി PV, വൈസ് പ്രസിഡന്റ് A ജനാർദ്ദനൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീസ മൻസൂർ മല്ലത്ത്, അബ്ബാസ് കൊളച്ചപ്പ, DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, ഹക്കീം കുന്നിൽ, KB മുഹമ്മദ് കുഞ്ഞി, ഷെരീഫ് കടവഞ്ചി, BM പ്രദീപ്, ബാലൻ നായർ ശ്രീപുരി, മധുസൂദനൻ കോടി തുടങ്ങിയവർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മാമ്പാട് മുഖ്യ ഭാഷണം നടത്തി. അവനോട് ഒരുവനിൽ പാരിൽ ജന്മമെടുത്തിൽ ഒരുവൻ അവനാണ് അപ്പൻ. അപ്പനെ വളർച്ച പോകും. അപ്പം പിന്നെ ഒരടിച്ചു ഇവിടെ ഇരിക്കുന്ന 20 വയസ്സാണ് എല്ലാ ചെറുപ്പക്കാരും അമ്മയോട് അച്ഛനോട് പറയണം, അപ്പാ അമ്മേ അച്ഛാ എന്നെ എപ്പോഴും വിശ്വസിക്കണം, എന്നെ അവിശ്വസിക്കരുത്. ഏത് ലഹരിയുടെ താവളങ്ങളിലേക്കും എന്നെ പറഞ്ഞയച്ച
എന്റെ കൂടെ ഏത് മദ്യപിക്കണം എന്നാലും അച്ഛനും അമ്മയ്ക്കും വേണ്ടി വിശ്വസിക്കാം. ഒരു ലഹരിക്കും വേണ്ടി ശിരസ് അച്ഛനൊക്കെ പറയുന്നിടത്താണ് ഒരു മകന്റെ ധർമ്മം കൂടി കൊടുക്കുന്നത്. അങ്ങനെ പറയാൻ എത്ര മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ പറ്റും? അങ്ങനെ പറയണല്ലോ മക്കൾ. കാരണം അച്ഛന്മാരൊക്കെ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നു, അമ്മമാരൊക്കെ മക്കളോട് സങ്കടപ്പെടുന്നു. ബലറാം പേരെടുക്കം സ്വാഗതവും വിനോദ് മാരാർ നന്ദിയും പറഞ്ഞു. നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. മയക്കുമരുന്നിനെതിരെയുള്ള ഏറ്റവും മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിലൊന്നായി ഈ ബോധവൽക്കരണ സെമിനാർ മാറി. ഐക്യവും നല്ല ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളും സൗജന്യ നേത്ര പരിശോധനയും ബോധവൽക്കരണ സെമിനാറിൻ്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആശമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു ക്യാപ്റ്റനാവുന്ന യാത്ര തൊഴിലാളി ദിനത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി ഒരു തുക പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്നുവരുന്ന ആശമാരുടെ രാപ്പകൽ അതിജീവന സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരയാത്ര മെയ് 1-ന് തൊഴിലാളി ദിനത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന സമരയാത്ര മെയ് 5 മുതൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഈ സമരയാത്ര സംസ്ഥാനത്തെ സ്ത്രീ തൊഴിലാളി മുന്നേറ്റങ്ങളിൽ അഭൂതപൂർവമായ ഒന്നായി തീരുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ മെയ് 5-ാം തീയതി മുതൽ കാസർഗോഡ് മുതൽ ഒരു യാത്ര ആരംഭിക്കുന്നു. സഞ്ചരിക്കുന്ന രാപ്പകൽ യാത്രയാണത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമരപ്പന്തലിൽ രാത്രി ആ തെരുവിലാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ തെരുവുകളിലും ആശാവർക്കർമാർ ഉറങ്ങിക്കൊണ്ടുള്ളൊരു സമരപരിപാടിയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ആ പരിപാടി ഈ കാസർഗോഡ് വിവിധ സ്ഥലങ്ങളിൽ മെയ് 5-ാം തീയതി കാസർഗോഡ് രാവിലെ 10 മണിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 12 മണിക്ക് ബദിയെടുക്കുക, 3 മണിക്ക് കുറ്റിക്കോൽ, 5 മണിക്ക് കാഞ്ഞങ്ങാട് സമാപിക്കുമ്പോൾ അത് വലിയൊരു മഹാസമ്മേളനമായി മാറും. ഈ കാഞ്ഞങ്ങാടത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളും അവിടെ പിന്തുണച്ചുകൊണ്ട് സമ്മേളനം നടത്തിക്കൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അന്ന് രാത്രി കാഞ്ഞങ്ങാട് തെരുവിൽ ഉറങ്ങിക്കൊണ്ട് സമരപ്പന്തൽ അവിടെ നിർമ്മിച്ച് അവിടെ ഉറങ്ങിക്കൊണ്ട് അടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് അടുത്ത ദിവസം പരപ്പ്, നീലേശ്വരം, ചെറുവത്തൂർ, കാലിക്കടവിൽ അവസാനിക്കും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S മിനി, ഷീല KJ, റോസ്ലി ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴയ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നും പുതിയ കാലത്തേക്ക് മാറുമ്പോൾ അത് സമൂഹത്തിലെ വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടങ്ങൾ ചോർന്നൊലിച്ചും തകർച്ചാ ഭീഷണിയിലുമായിരുന്ന പഴയ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നും പുതിയ കാലത്തേക്ക് മാറുമ്പോൾ അത് സമൂഹത്തിലെ വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സ്കൂളിന്റെ സ്ഥാപക മാനേജറായിരുന്ന തേളപ്പുറത്ത് മുഹമ്മദ് ഹാജി അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 100 വർഷം മുമ്പ് ഒരു വിദ്യാലയം സ്ഥാപിച്ചു. തലമുറകൾ ആ സ്ഥാപനത്തിലൂടെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോവുകയും പലരും പ്രശസ്തരാവുകയും ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ PV മുഹമ്മദ് അസ്ലം, ജനറൽ കൺവീനർ TC ഇസ്മായിൽ, സ്കൂൾ PTA പ്രസിഡന്റ് സജീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, DCC പ്രസിഡന്റ് PK ഫൈസൽ, CPM ഏരിയ കമ്മിറ്റി അംഗം M രാമചന്ദ്രൻ, KV ഗോപാലൻ, റസാഖ് പുഴക്കര, AB മുസ്തഫ, T അബ്ദുറഹീം ഹാജി, MC മുഹമ്മദ് കുഞ്ഞി ഹാജി, TP അബ്ദുൽ സലാം ഹാജി, AK കുഞ്ഞബ്ദുള്ള ഹാജി, T അബ്ദുള്ള, CK ഷെരീഫ്, N ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗായകൻ സൂര്യകാന്ത് രഞ്ജിത്ത് നയിച്ച സംഗീത നിശയും അരങ്ങേറി. ശതാബ്ദി ആഘോഷ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ നാടൻപാട്ട് മേളം അവതരിപ്പിച്ചു. തുടർന്ന് നാട്ടുകാർക്ക് സ്നേഹസദ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
SSF കാസർഗോഡ് ബദിയടുക്ക മുള്ളേരിയ ഡിവിഷൻ സമ്മേളനങ്ങൾ SSF സ്ഥാപക ദിനമായ ചൊവ്വാഴ്ച നടക്കും. ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ സമ്മേളനങ്ങൾ നടക്കുന്നതെന്നും പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSF കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം ഉളിയത്തടുക്കയിലെ മതൂർ പഞ്ചായത്ത് അടൽജി ഹാളിലും, ബദിയടുക്ക ഡിവിഷൻ സമ്മേളനം ബദിയടുക്ക CQ പ്രീ സ്കൂളിലും, മുള്ളേരിയ ഡിവിഷൻ സമ്മേളനം ഗാളിമുഖം ഖലീൽ സ്വലാഹിലുമാണ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സമ്മേളനങ്ങൾ ആരംഭിക്കുക. കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസനുൽ അഹ്ദൽ തങ്ങളും, ബദിയടുക്ക ഡിവിഷൻ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയും, മുള്ളേരിയ ഡിവിഷൻ സമ്മേളനം അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറയും ഉദ്ഘാടനം ചെയ്യും. സമ്മേളനങ്ങളിൽ സംഘടനയുടെ മറ്റ് പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ സൈബർ ക്രൈമിനും ലഹരിക്കുമെതിരെ കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച 1ാം ഘട്ട സമര പരിപാടികൾക്ക് ശേഷം നടക്കുന്ന 2ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ 125 ഡിവിഷനുകളിൽ സമ്മേളനങ്ങൾ നടക്കുന്നത്. പുതുതലമുറയെ അടച്ചാക്ഷേപിക്കുന്നതിനു പകരം നവവിദ്യാർത്ഥിത്വത്തിൽ പ്രകടമാകുന്ന നന്മകളെ തിരിച്ചറിയുവാനും അവരിൽ പ്രതീക്ഷയർപ്പിക്കുവാനും കഴിയണമെന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 29, അതായത് നാളെ, SSFൻ്റെ സ്ഥാപക ദിനത്തിൽ ബദിയടുക്ക ഡിവിഷൻ സമ്മേളനം CQ പ്രീ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ പതാക ഉയർത്തൽ SYS ജില്ലാ ക്യാബിനറ്റ് അംഗം സിദ്ദീഖ് ഹനീഫി പാവൂർ നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉസ്താദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന സെക്രട്ടറി ജാബിർ നരോത്ത്, SSF കാസർഗോഡ് ജില്ലാ സെക്രട്ടറി മുർഷിദ് പുളിക്കൂർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. SSF ബദിയടുക്ക ഡിവിഷൻ ജനറൽ സെക്രട്ടറി അൽത്താഫ് ഏണിയാടി, പ്രസിഡന്റ് സംഷാദ് ഹിമമി സഖാഫി, മുള്ളേരിയ ഡിവിഷൻ പ്രസിഡന്റ് ഹാഫിൾ സജ്ജാദ് ഹിമമി സഖാഫി, സെക്രട്ടറി ഷാഹിദ് ഫാളിലി അൽ ഹിക്കമി, കാസർഗോഡ് ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുസലാം ഹിമമി, ജനറൽ സെക്രട്ടറി ഹുമൈദ്, സെക്രട്ടറിമാരായ അബ്ദുല്ല നെല്ലിക്കട്ട, ഉനൈസ്, മുനീർ ഹാഷ്മി, ഷാക്കിർ ഹിമമി, മുർഷിദ് പട്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര ശക്തിനഗർ ശ്രീ റവളനാഥ അമ്മനവറു മഹിഷമർദിനി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികായാഗവും ഏപ്രിൽ 29 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കര ശക്തിനഗർ ശ്രീ റവളനാഥ അമ്മനവറു മഹിഷമർദിനി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികായാഗവും ഏപ്രിൽ 29 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക, ദൈവിക, ആധ്യാത്മിക പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. മെയ് 7 സഹസ്ര ചണ്ഡികായാഗം നടക്കും. 8 ഗുളിക കോലത്തോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. 29 നാളെ മുതൽ മെയ് 7 വരെ ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികയാഗവും നടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് നാളെ ബേക്കലംകോട്ട ശ്രീ മുഖ്യപ്രാണ ക്ഷേത്രത്തിൽ നിന്ന് കലവറ ഘോഷയാത്ര, അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ആലക്കോട് വിഷ്ണു ഹെബ്ബാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 1-ാം തീയതി ബ്രഹ്മകലശോത്സവവും, ഇതോടനുബന്ധിച്ച് 4 ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി, പേജാർ മഠാധിപതി, കൊണ്ടാവൂർ സ്വാമിജി, ശൃംഗേരി മഠാധിപതി മെയ് 7-ാം തീയതിയും ഈ പരിപാടിയിൽ സംബന്ധിക്കും. ഭരണസമിതി പ്രസിഡന്റ് ജഗദീഷ് പവാർ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ മണി അത്തിക്കാൽ, ജനറൽ കൺവീനർ ദിനേശൻ മാസ്റ്റർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രാജേഷ് പള്ളിക്കര, സ്വാഗത സംഘം ചെയർമാൻ മാധവ ബേക്കൽ, നാഗേശ്വര റാവു പവാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹന മോഷ്ടാക്കളുടെ സ്വൈര്യവിഹാരം. പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. സിവിൽ പോലീസ് ഓഫീസറുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമമുണ്ടായി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹന മോഷ്ടാക്കളുടെ സ്വൈര്യവിഹാരം. പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. സിവിൽ പോലീസ് ഓഫീസറുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമമുണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ 4 വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷണവും നടന്നു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ വൈക്കത്ത് സ്വദേശിയും കാസർഗോഡ് സിവിൽ പോലീസ് ഓഫീസറുമായ യുവാവിന്റെ ബൈക്ക് മോഷ്ടിക്കാനും ശ്രമം നടന്നിരുന്നു.
ട്രെയിൻ ഇറങ്ങി ബൈക്ക് എടുക്കാൻ ശ്രമിക്കവെയാണ് താക്കോൽ പഴുതിൽ മോഷ്ടാക്കൾ ഇട്ട് പൊട്ടിയ താക്കോൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മാറ്റിയാണ് ബൈക്ക് എടുക്കാനായത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പഴയ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് പകൽ സമയം വാഹന മോഷ്ടാക്കൾ വിലസുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ ബാറ്ററി ബോക്സ് തകർത്താണ് പുത്തൻ ബാറ്ററികൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തങ്കയം സ്വദേശി സി പ്രകാശിന്റെ ബൈക്കിന്റെ ബാറ്ററി ബോക്സ് തകർത്താണ് ബാറ്ററി കൊണ്ടുപോയത്. ഈയക്കാട് സ്വദേശി സ്വർണ്ണാഭരണ തൊഴിലാളി ചന്ദ്രന്റെയും കരിവെള്ളൂർ കുണിയൻ സ്വദേശിയുടെയും വാഹനങ്ങളിലെ ബാറ്ററികളും മോഷ്ടിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സിനിമ ഉൾപ്പെടെയുള്ള കലാരംഗങ്ങളിൽ സജീവമായവരുടെ കൂട്ടായ്മയായ തത്വമസി ആർട്സ് കാരളി മൂവീസ് നേതൃത്വത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കലാകാരന്മാരുടെ സംഗമം നടത്തി. ഒരു പകൽ നീണ്ട സംഗമം സിനിമാ സീരിയൽ നടൻ MS നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ രംഗത്തും മാജിക് സാഹിത്യ മേഖലകളിലും സജീവമായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 100-ൽ പരം പേരാണ് കൂട്ടായ്മയിലുള്ളത്. 1.5 പതിറ്റാണ്ട് പിന്നിട്ട കൂട്ടായ്മ സിനിമ സീരിയൽ മേഖലകളിലെയും സാഹിത്യരംഗത്തെയും നവാഗതരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് മുൻതൂക്കം നൽകി വരുന്നത്. കവായി കായലിലെ ഓളപ്പരപ്പിൽ ഹൗസ് ബോട്ടിൽ നടന്ന സംഗമത്തിൽ കലാസാഹിത്യ മേഖലകളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഉൾപ്പെടെ വിവിധ അംഗീകാരങ്ങൾ നേടിയ പ്രതിഭകളെ ആദരിച്ചു. സിനിമാ സീരിയൽ നടൻ MS നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോകുന്നൊരു സമൂഹത്തിലാണ് സിനിമയിലേക്ക് ആഗ്രഹം വരുന്നതും അങ്ങനെ സിനിമ അതുപോലെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും നമ്മുടെ തത്വമസി ഗ്രൂപ്പ് ആഴ്ചയായിട്ട് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മുഖേന എൻ്റെ ഓർമ്മ ടീം ആക്ടേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. ചന്ദ്രൻ കാരളി അധ്യക്ഷത വഹിച്ചു. ഗീത അശോകൻ, KV ദേവദാസൻ, PP പവലാൻ, AK ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. അരനൂറ്റാണ്ടായി മജീഷ്യനും സിനിമാ നടനുമായി പ്രവർത്തിച്ചു വരുന്ന കരിവെള്ളൂർ അച്യുതൻ, നടി അശ്വതി മനോജ്, CG രാജൻ, P മീനാക്ഷി, KM അപ്പച്ചൻ, K ശങ്കരനാരായണൻ നമ്പൂതിരി എന്നിവർക്ക് കൂട്ടായ്മ ആദരവ് നൽകി. വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം 86ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ഡോക്ടർ സുഹാന ബഷീറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ 86ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ഡോക്ടർ സുഹാന ബഷീറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ പ്രഭാകര ഷേനായി നിർവഹിച്ചു. ചടങ്ങിൽ PU കുഞ്ഞമ്പു നായർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, AK ആൽബർട്ട്, CV സാലു, ശശിധരൻ C, അർജുൻ രാജ്, C ലളിത എന്നിവർ സംസാരിച്ചു. N ഗീത നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം. കേരള NGO യൂണിയൻ കാസർഗോഡ് 41ാം ജില്ലാ സമ്മേളനം നടന്നു. 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിന് V ശോഭ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VK വിനോദ് അധ്യക്ഷനായി. കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ, FSCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV ശരത്, KSSPU ജില്ലാ ട്രഷറർ S ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V ജഗദീഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം TK അബ്ദുൾ ഗഫൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരതൻ KV, B ബാബുരാജ്, ഹക്കീം KM, ശാലിനി T, പ്രീതി V, ഗിരീഷ് SN, കൈരളി AK എന്നിവർ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ചയിൽ പങ്കെടുത്തു.
സമ്മേളനത്തിൽ പി കെ വിനോദിനെ പ്രസിഡന്റായും എം ജിതേഷ്, എ വി റീന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ടി ദാമോദരനെ സെക്രട്ടറിയായും, വി ജഗദീഷ്, എ വേണുഗോപാൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, ബി വിജേഷിനെ ട്രഷററായും, പി ഡി രതീഷ്, എം സുനിൽകുമാർ, പി വി മഹേഷ് കുമാർ, കെ മണികണ്ഠൻ, കെ വിനോദ് കുമാർ, എം അനിത എന്നിവരെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരായ സന്ദേശം നൽകിക്കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരി പഠനത്തോട്, കലയോട്, കളിയിടങ്ങളോട് എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാമണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരായ സന്ദേശം നൽകിക്കൊണ്ട് രാമണീശ്വരം സ്കൂളിലെ കുട്ടികൾ, രക്ഷിതാക്കൾ, സ്കൂൾ PTA, SMC, മദർ PTA ഭാരവാഹികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ കൈകോർത്തുകൊണ്ട് അറബിക്കടലിന്റെ തിരമാലകളെ സാക്ഷിയാക്കി ബേക്കൽ ബീച്ചിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. അധികൃതർ നടത്തിവരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് വിദ്യാലയത്തിന്റെ പൂർണ്ണ പിന്തുണയും എല്ലാവിധ ആശംസകളും അറിയിച്ചു. ലഹരി പഠനത്തോട്, കലയോട്, കളിയിടങ്ങളോട് എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ലഹരിക്കെതിരായി നടക്കുന്ന ബോധവൽക്കരണങ്ങളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമായി ബേക്കൽ ബീച്ചിലെ ഈ ഒത്തുചേരൽ. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ASP ബാലകൃഷ്ണൻ നായർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, SMC ചെയർമാൻ AV പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ്, സതീശൻ മാസ്റ്റർ, സ്പോർട്സ് സബ് കമ്മിറ്റി കൺവീനർ KV ബിജു രാമഗിരി, ചെയർമാൻ ശശി ചിരക്കാൽ, കോച്ച് സന്തോഷ് മടിക്കൈ, പ്രവീൺ രാമഗിരി, ശിവന്യ മുക്കോട് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K മധുസൂദനൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് P ബിന്ദു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തും നിർവഹിച്ചു. സ്പോർട്സ് അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. കാസർഗോഡ് നഗരത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായത് വൻ അപകടം. ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 10 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാസർഗോഡ് ടാറ്റ സുമോയിൽ 52 കിലോ കഞ്ചാവ് ജീപ്പിൽ കടത്തിയ കേസ്. പ്രതി KA നവാസിന് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പരീക്ഷാ നടത്തിപ്പിൽ കണ്ണൂർ സർവകലാശാല നിരന്തരം അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് MSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS വാർഷിക സമ്മേളനം കാസർഗോഡ് നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് K ഉപേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള യാദവ സഭ AKYS നെക്രാജെ പ്രാദേശിക കമ്മിറ്റി നേതൃത്വത്തിൽ യാദവ സംഗമം സംഘടിപ്പിച്ചു. ആശമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.